പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. +1 അക്കൗണ്ടൻസിയിലെ 3ാമത്തെ അധ്യായത്തിലാണല്ലോ അക്കൗണ്ടിംഗ് ഇക്വേഷൻ പഠിക്കാനുള്ളത്. അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു മീൻസ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ എന്തൊക്കെ അസറ്റ് ഉണ്ടോ അത് എപ്പോഴും ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്ഥാപനം, ഉദാഹരണത്തിന് നമ്മൾ 5 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ബിസിനസ് തുടങ്ങുന്നു. 5 ലക്ഷം രൂപ മുതൽ മുടക്കി ഒരു ബിസിനസ് തുടങ്ങുന്നു. അന്നേരം ബിസിനസ്സിലേക്ക് ഓണർ 5 ലക്ഷം രൂപ കൊണ്ടുവരുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെ കൂടി? അസറ്റായ ക്യാഷ് 5 ലക്ഷവും കൂടി, അതുപോലെ തന്നെ ഓണറുടെ ക്യാപിറ്റലും 5 ലക്ഷം കൂടി. ലയബിലിറ്റി അവിടെ 0 ആണ്. നമ്മൾ ആ 5 ലക്ഷം രൂപ മുതൽ മുടക്കി പല അസറ്റ് മേടിച്ചു. ലാൻഡ്, ബിൽഡിങ് അല്ലെങ്കിൽ മെഷീനറി, അങ്ങനെ പല ഐറ്റവും മേടിച്ചെന്ന് കരുതുക നമ്മുടെ ആവശ്യത്തിന്. അപ്പോഴത്തേക്കും നമ്മളുടെ ഫണ്ട് തീർന്നുപോയി. ഇപ്പോൾ നമുക്ക് വിവിധ തരത്തിലുള്ള അസറ്റ്, ലാൻഡ്, ബിൽഡിംഗ്, ഫർണിച്ചർ, മെഷീനറി ഒക്കെ ആയിട്ട് 5 ലക്ഷം ഉണ്ട്. ഈസ് ഈക്വൽ ടു ക്യാപിറ്റലായ 5 ലക്ഷം പ്ലസ് ലയബിലിറ്റി 0. പിന്നീട് നമുക്ക് വീണ്ടും ആവശ്യം വന്നു. ഉടനെ നമ്മൾ ബാങ്കിൽ നിന്നൊരു 5 ലക്ഷം രൂപ ലോൺ എടുത്തു. ആ ലോൺ എടുത്ത് നമ്മൾ മറ്റ് കുറേ അസറ്റുകൾ മേടിച്ചു. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിലെ അസറ്റ് എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ 5 ലക്ഷം ക്യാപിറ്റൽ കൊണ്ട് മേടിച്ച അസറ്റ് പ്ലസ് മറ്റ് കുറെ അസറ്റ് കൂടെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിസിനസ് സ്ഥാപനത്തിൽ ഇപ്പോൾ ടോട്ടൽ 10 ലക്ഷം രൂപയുടെ അസറ്റ് ഉണ്ട്. ഈസ് ഈക്വൽ ടു ലയബിലിറ്റി ആയ ബാങ്ക് ലോൺ 5 ലക്ഷം പ്ലസ് പഴയ ക്യാപിറ്റൽ 5 ലക്ഷം. അങ്ങനെ ഇപ്പോഴും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അസറ്റ് എന്ന് പറയുന്നത് ഓണേഴ്സ് ഇക്വിറ്റി പ്ലസ് ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റി എന്നാണ് പറയുന്നത്. ഓണേഴ്സ് ഇക്വിറ്റിയെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. ഔട്ട്സൈഡേഴ്സ് ഇക്വിറ്റിയെ പറയുന്ന പേരാണ് ലയബിലിറ്റി. അതായത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതാകാം, ഔട്ട്സൈഡേഴ്സിന് പൈസ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സ് പോലെയുള്ളവരാകാം. ഇങ്ങനെ അന്നേരം എപ്പോഴും അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. ഇതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ ഒരു ഇൻട്രൊഡക്ഷൻ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിംഗ് ഇക്വേഷൻ സിഗ്നിഫൈസ് ദാറ്റ് the assets of the business are always equal to the total capital എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്ലെയിം ആൻഡ് ലയബിലിറ്റീസ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിം. ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അസറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തിന് തുല്യമായിരിക്കും? ഓണേഴ്സ് ക്ലെയിം പ്ലസ് ഔട്ട്സൈഡേഴ്സ് ക്ലെയിം. അതായത് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. The accounting equation is often called as balance sheet equation as it shows the fundamental relationship among the components of balance sheet. താഴെ ഒരു ബാലൻസ് ഷീറ്റ് കൊടുത്തേക്ക് നോക്കി. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കുറെ അസറ്റ്സുകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സൺഡേ ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഫ്രീ ഹോൾഡ് പ്രമീസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി. അങ്ങനെ ടോട്ടൽ 1,79,950 രൂപയുടെ അസറ്റ് ഉണ്ട്. ലയബിലിറ്റീസ് സൈഡ് നോക്കി. ലയബിലിറ്റീസ് സൈഡിലെ ലയബിലിറ്റീസും ക്യാപിറ്റലും ആണ് എഴുതുന്നത്. സൺഡേ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. പിന്നെ എന്താ? ലോൺ ഫ്രം രാജേഷ്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്. അതിനോടുകൂടി നെറ്റ് പ്രോഫിറ്റ് കൂട്ടിയിട്ടുണ്ട്, ഡ്രോയിങ്സ് കുറച്ചിട്ടുണ്ട്. അന്നേരം വളരെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമുക്ക് ഈ ബാലൻസ് ഷീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ വെളിപ്പെടുത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. അതിന് അസറ്റ് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും ഉണ്ട്. അസറ്റ് സൈഡിൽ അസറ്റ്സുകളെല്ലാം എഴുതുന്നു, ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എഴുതുന്നു. അപ്പോൾ ഇവിടെയും അസറ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഈ ഇക്വേഷൻ, അതായത് അക്കൗണ്ടിംഗ് ഇക്വേഷനെ ബാലൻസ് ഷീറ്റ് ഇക്വേഷൻ എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. ബാലൻസ് ഷീറ്റിന്റെ ആ ഫണ്ടമെന്റൽ റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, ലയബിലിറ്റി സൈഡിൽ സൺഡേ ക്രെഡിറ്റേഴ്സ്, ലോൺ ഫ്രം രാജേഷ്, പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ ഉണ്ടെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും കാണിക്കും. പ്ലസ് ക്യാപിറ്റലിനോടുകൂടി ചില ഐറ്റംസ് കൂട്ടിയേക്കുന്നുണ്ടോ. നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ കൂട്ടും, നെറ്റ് ലോസ് ഉണ്ടെങ്കിൽ കുറയ്ക്കും. അതേപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലും കുറയ്ക്കും. അന്നേരം ക്യാപിറ്റലിനെ കൂട്ടുന്ന ഐറ്റമാണ് നെറ്റ് പ്രോഫിറ്റ്, ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് നെറ്റ് ലോസ് ഉണ്ടെങ്കിലും അതേപോലെ തന്നെ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലും. ഓക്കെ, അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ആർ ദി 3 ബേസിക് എലമെന്റ് ഓഫ് എവരി ബിസിനസ് ട്രാൻസാക്ഷൻ. എല്ലാ ബിസിനസ് ട്രാൻസാക്ഷനിലും ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് ഐറ്റംസ് അസറ്റ് കാണും, ലയബിലിറ്റീസ് കാണും, ക്യാപിറ്റൽ കാണും. ക്യാപിറ്റലിനോടുകൂടി 2 ഐറ്റം എക്സ്പെൻസ് ഉണ്ട്, ലെസ് ചെയ്യണം, ഇൻകം ഉണ്ട്, ആഡ് ചെയ്യണം. കാരണം പ്രോഫിറ്റ് ഉണ്ട്, ക്യാപിറ്റലിനെ കൊണ്ട് കൂട്ടണം, ലോസ് ഉണ്ട്, ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കണം. Okay, this equation set the foundation of double entry accounting
ഡബിൾ എൻട്രി അക്കൗണ്ടിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണ് ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ. ആൻഡ് ഹൈലൈറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ സ്ട്രക്ചറും ഹൈലൈറ്റ് ചെയ്യും ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ. അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. അതിനെ മറ്റ് 2-3 രീതിയിൽ നമുക്ക് പറയാം. അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ക്യാപിറ്റൽ. അസറ്റ് മൈനസ് ക്യാപിറ്റൽ എന്തായിരിക്കും? ലയബിലിറ്റി. അസറ്റിൽ നിന്ന് ലയബിലിറ്റിയും ക്യാപിറ്റലും കുറച്ചാൽ പിന്നെ അവിടെ ഒന്നും കാണിയല്ല, 0 ആയിരിക്കും. അതായത് ഞാൻ പറഞ്ഞായിരുന്നു 10 ലക്ഷം രൂപ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി, അല്ല 5 ലക്ഷം രൂപ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി, കുറെ അസറ്റ് ഒക്കെ നമ്മൾ മേടിച്ചു, പൈസ തികഞ്ഞില്ല, വീണ്ടും നമ്മൾ 5 ലക്ഷം രൂപ ലോൺ എടുത്തു, അതുകൊണ്ട് കുറെ അസറ്റ് എല്ലാം മേടിച്ചു. ഓക്കെ, അന്നേരം അസറ്റ് എന്ന് പറയുന്ന ടോട്ടൽ എത്രയായി? 5 5 10 ലക്ഷമായി. 5 ലക്ഷം രൂപ ഓണർ കൊണ്ടുവന്ന ക്യാഷ് ആയ ക്യാപിറ്റൽ പ്ലസ് 5 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കിട്ടിയ ക്യാഷ്. ആ ക്യാഷിനെ നമ്മൾ പല ഐറ്റംസ് മേടിച്ച് പല രൂപഭേദം മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അസറ്റ് സൈഡിൽ 10 ലക്ഷം വന്നു. ആ 10 ലക്ഷം വന്ന് എങ്ങനെയൊക്കെയാ? ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്ന 5 ലക്ഷവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ലയബിലിറ്റി ആയ 5 ലക്ഷവും. അന്നേരം 10 ലക്ഷത്തിൽ നിന്ന് ക്യാപിറ്റലായ 5 ലക്ഷവും മാറ്റി ലോൺ എടുത്ത 5 ലക്ഷവും മാറ്റിയാൽ എന്താവും? ബിഗ് 0. അതാണ് ഇവിടെ പറയുന്ന അസറ്റ് മൈനസ് ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 0. പ്രോസസ് ഓഫ് പ്രിപ്പയറിംഗ് അക്കൗണ്ടിങ് ഇക്വേഷൻ. അന്നേരം അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് എങ്ങനെ തയ്യാറാക്കാം? 2 ട്രാൻസാക്ഷൻ ജസ്റ്റ് ഒന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. 5 ലക്ഷം രൂപ മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി. അതായത് ബിസിനസ്സിലേക്ക് ഓണർ 5 ലക്ഷം കൊണ്ടുവന്നു. ട്രാൻസാക്ഷൻ 2, പർച്ചേസ് ഗുഡ്സ് ഫ്രം അനു ട്രേഡേഴ്സ് ₹5,000. 5000 രൂപയുടെ ഗുഡ്സ് അനു ട്രേഡേഴ്സിൽ നിന്ന് കടത്തിന് മേടിച്ചു. ഇങ്ങനെ 2 ട്രാൻസാക്ഷനാണ് നമ്മുടെ മുന്നിലുള്ളതെന്ന് കരുതുക. അന്നേരം ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ ചെയ്യണമെങ്കിൽ, തയ്യാറാക്കണമെങ്കിൽ സ്റ്റെപ്പ് 1, അനലൈസ് ദ ട്രാൻസാക്ഷൻ താറാവൂലി. കറക്റ്റ് ആയിട്ട് ആ ട്രാൻസാക്ഷൻ ഒന്ന് വായിച്ചു നോക്കണം. എവരി ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. എല്ലാ ട്രാൻസാക്ഷനിലും 2 ഐറ്റം കാണും. ഡബിൾ എൻട്രി സിസ്റ്റം, ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചതാ. ഡെബിറ്റും ക്രെഡിറ്റും കാണും. ഓക്കെ, എവരി ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് അറ്റ്ലീസ്റ്റ് 2 അക്കൗണ്ട്സ്. ദാറ്റ് ഈസ് അവയൊന്നേൽ അസറ്റ് ആയിരിക്കാം, ലയബിലിറ്റി ആയിരിക്കാം, ക്യാപിറ്റൽ ആയിരിക്കാം, റവന്യൂ ആയിരിക്കാം, എക്സ്പെൻസ് ആയിരിക്കാം. ഓക്കെ, ആദ്യത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. അതിൻ്റെ അത് 2 ഐറ്റം ഒന്ന് കണ്ടുപിടിച്ചേ. ബിസിനസ് തുടങ്ങി, ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു ഓണർ 5 ലക്ഷം രൂപ. ബിസിനസ്സിലേക്ക് എന്ത് വന്നു? അസറ്റായ ക്യാഷ് വന്നു. അതേപോലെ തന്നെ ബിസിനസ്സിലേക്ക് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് അനുസരിച്ച് ബിസിനസ് ഓണർ രണ്ടാ. ബിസിനസ്സിലേക്ക് ഓണർ കൊണ്ടുവരുന്ന ഓരോ പൈസയും എന്തെന്നായിട്ട് പരിഗണിക്കണം? ക്യാപിറ്റലായിട്ട് പരിഗണിക്കണം. അന്നേരം ബിസിനസ്സിൽ ക്യാഷ് കൂടി, അതേപോലെ തന്നെ ക്യാപിറ്റലും കൂടി. ഓക്കെ, അന്നേരം ഇവിടെ 2 ഐറ്റം നമ്മൾ കണ്ടെത്തി, ക്യാഷ്, ക്യാപിറ്റൽ. അതേപോലെ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കിയേ. പർച്ചേസ് ഗുഡ്സ് ഫ്രം അനു ട്രേഡേഴ്സ് ₹5,000. 5000 രൂപയുടെ ഗുഡ്സ് അനു ട്രേഡേഴ്സിൽ നിന്ന് മേടിച്ചു, കടത്തിന് മേടിച്ചു. അപ്പോൾ എന്തൊക്കെ മാറ്റം ബിസിനസ്സിലേക്ക് വന്ന്? അനു ട്രേഡേഴ്സിൽ നിന്ന് 5000 രൂപയുടെ ഗുഡ്സ് വന്നു. ഗുഡ്സ് മീൻസ് സ്റ്റോക്ക്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി. അതേപോലെ തന്നെ നമ്മൾ അനു ട്രേഡേഴ്സിന് 5000 രൂപ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അന്നേരം അനു ട്രേഡേഴ്സ് നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്റർ ആണ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയും കൂടി. ഒരു സൈഡിൽ അസറ്റ് കൂടി, സ്റ്റോക്ക് കൂടി, ഒരു സൈഡിൽ ലയബിലിറ്റി കൂടി, ക്രെഡിറ്റേഴ്സ് കൂടി. ഓക്കെ, അന്നേരം നമ്മുടെ സ്റ്റെപ്പ് 1 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അനലൈസ് ദ ട്രാൻസാക്ഷൻ thoroughly. കറക്റ്റ് ആയിട്ട് ട്രാൻസാക്ഷൻ വായിച്ച് മനസ്സിലാക്കി 2 എണ്ണത്തിനെ കണ്ടുപിടിക്കണം, 2 ഐറ്റത്തെ കണ്ടുപിടിക്കണം. അനലൈസ് ദി എഫക്റ്റ് ഓഫ് ദി ട്രാൻസാക്ഷൻ ഇൻ 2 അക്കൗണ്ട്സ്. അതായത് 2 അക്കൗണ്ടിലും സംഭവിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എങ്കിൽ പോലും ഒന്നുകൂടെ നോക്കാം. 2 അക്കൗണ്ട്സ്, അതായത് ആദ്യത്തേൽ ക്യാഷും ക്യാപിറ്റലും ആണ്. ക്യാഷ് കൂടിയോ കുറഞ്ഞോ? ബിസിനസ്സിലേക്ക് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ക്യാഷ് കൂടി. അതുപോലെ തന്നെ ക്യാപിറ്റൽ കൂടിയോ? ക്യാപിറ്റലും കൂടി. രണ്ടാമത്തേൽ സ്റ്റോക്ക് കൂടി. ലയബിലിറ്റി, ക്രെഡിറ്റർ, അതായത് അനു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റർ കൂടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ പർച്ചേസ്, അടുത്ത എക്സാമ്പിൾ അവിടുത്തേക്ക്. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ മേടിച്ചു, ക്യാഷ് കൊടുത്ത്. എന്ത് സംഭവിച്ചു? ഫർണിച്ചർ മേടിച്ചു, ബിസിനസ്സിലേക്ക് ഫർണിച്ചർ മേടിച്ചു. എന്ത് കൂടി? അസറ്റായ ഫർണിച്ചർ കൂടി. അതേപോലെ തന്നെ അസറ്റായ മറ്റൊരു അസറ്റായ ക്യാഷ് കുറഞ്ഞു. ഇൻ ദിസ് ട്രാൻസാക്ഷൻ 2 അക്കൗണ്ട്സ്, ഫർണിച്ചർ ആൻഡ് ക്യാഷ്. ദി എഫക്റ്റ് ഈസ് ഫർണിച്ചർ ഇൻക്രീസ്ഡ് ആൻഡ് ക്യാഷ് ഡിക്രീസ്ഡ്. മൂന്നാമതായിട്ട് അക്കൗണ്ടിങ് ഇക്വേഷനിൽ ഇത് രേഖപ്പെടുത്തുക. അക്കൗണ്ടിങ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. റെക്കോർഡ് ദി എഫക്റ്റ് ഓൺ ദി റെലവന്റ് സൈഡ് ഓഫ് ദി. ആദ്യത്തെ കേസിൽ ഏത് സൈഡിൽ എഴുതണം? സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്.
അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് പറഞ്ഞുകൊണ്ട് 5 lakh പ്ലസ്, അതേപോലെ തന്നെ 5 ലക്ഷം കൂടിയതായിട്ട് കാണിക്കണം. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലിൽ ലയബിലിറ്റി 0 ആണ്, ഒരു മാറ്റമില്ല. ക്യാപിറ്റൽ 5 ലക്ഷം കൂടിയതായിട്ട് കാണിക്കണം. രണ്ടാമത്തെ കേസിലോ പർച്ചേസ് ഗുഡ്സ് ഫ്രം അനു ട്രേഡേഴ്സിൽ നിന്നോ 5000 രൂപയുടെ ഗുഡ്സ് മേടിച്ചപ്പോഴോ എന്താ സംഭവിച്ചു? അസറ്റ് സൈഡിൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഐറ്റം 5000 പ്ലസ് 5000 കൂടി. പിന്നെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റിയിൽ അനു ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്ററും 5000 കൂടി. ഇങ്ങനെയാണ് അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കുന്നത്. ഇത്രേ ഉള്ളൂ. ഓക്കെ, പ്രൂവ് ദി അക്കൗണ്ടിങ് ഇക്വേഷൻ ഫ്രം ദി ഫോളോയിങ് ഡേറ്റ. ഇത് പബ്ലിക് എക്സാമിനൊക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. നേരം എ സ്റ്റാർ ട്രേഡേഴ്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപയുടെ 1 ലക്ഷം മുതൽ മുടക്കി ബിസിനസ് തുടങ്ങി. ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് SBI 30,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. പർച്ചേസ് ഗുഡ്സ് റുപ്പീസ് 20,000, 20,000 രൂപയുടെ ഗുഡ്സ് ക്യാഷ് കൊടുത്ത് മേടിച്ചു. സോൾഡ് ഗുഡ്സ് ടു ബിജുവിന് ഗുഡ്സ് വിറ്റു, 10,000 രൂപയ്ക്ക് വിറ്റു. പക്ഷേ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 8,000 രൂപയാണ്. നമുക്ക് 2,000 രൂപ ലാഭം ഉണ്ടായി. റെന്റ് പെയ്ഡ് റുപ്പീസ് 1,000, 1000 രൂപ റെന്റ് കൊടുത്തു. നമ്മളുടെ 3 സ്റ്റെപ്പ് പഠിക്കാൻ പറഞ്ഞായിരുന്നു. എന്താണ് ആദ്യത്തെ സ്റ്റെപ്പ്? എന്താ? ട്രാൻസാക്ഷൻ തറവായിട്ട് വ്യക്തമായിട്ട് ബോധ്യത്തോടെ വായിച്ചു നോക്കുക. അത് നമ്മളിപ്പോൾ ചെയ്തു. 2, എന്ത് ചെയ്യണം? അതിൽ ഏതൊക്കെ കൂടി, ഏതൊക്കെ അസറ്റ് കൂടി, അല്ലെ ലയബിലിറ്റി കൂടി, അല്ലെ ക്യാപിറ്റൽ കൂടി എന്ന് നോട്ട് ചെയ്യണം. 3, ഈ താഴെ കൊടുത്തേക്കുന്ന പോലെ അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതണം. ഓക്കെ, അന്നേരം ആദ്യത്തെ ട്രാൻസാക്ഷൻ ഒന്നുകൂടെ തറവായിട്ടൊന്ന് വായിച്ചു നോക്കിയേ. എ സ്റ്റാർ ട്രേഡേഴ്സ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് റുപ്പീസ് 1 lakh, 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് ബിസിനസ് തുടങ്ങി. 2 ഐറ്റം കണ്ടുപിടിച്ചേ, ക്യാഷും ക്യാപിറ്റലും. ഇനി കൂടിയോ കുറഞ്ഞോ? ക്യാഷ് കൂടി, ക്യാപിറ്റൽ കൂടി. അപ്പോൾ നമ്മളന്നേരം ഈ ഓരോ എല്ലാ ട്രാൻസാക്ഷനും വായിച്ചു നോക്കി. ഇപ്പൊ എക്സാമിനൊക്കെ ആണെങ്കിൽ അതിന് മുമ്പ് പേപ്പറിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഏതൊക്കെ ഹെഡിങ് കൊടുക്കണം. ആദ്യത്തെ അകത്ത് ഏതൊക്കെ വന്നു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഏതൊക്കെയാ? ക്യാഷും ക്യാപിറ്റലും ുള്ള സ്ഥലം വേണം. രണ്ടാമത്തേനോ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അന്നേരം SBI എന്ന് പറഞ്ഞാൽ ഒരു മീൻസ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു അസറ്റ് സൈഡിൽ ബാങ്ക് ബാലൻസ് കൂടുന്നതായിട്ട് കാണിക്കണം. പിന്നെ ക്യാഷ് കുറയുന്നതാണ്. അന്നേരം ക്യാഷ് ഓൾറെഡി നമ്മൾ സ്ഥലം കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ വഴി ബാങ്കിനൊരു സ്ഥലം ഇടണം. പർച്ചേസ് ഗുഡ്സ് മേടിച്ചു. അവിടെ സ്റ്റോക്കും ക്യാഷുമാണ്. അതിൽ ക്യാഷിന് ഓൾറെഡി നമ്മൾ ഹെഡിങ് കൊടുത്തേക്കുന്നതാണ്. അന്നേരം ഇവിടെ ഏതാ? സ്റ്റോക്ക് എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് മൂന്നാമത്തെ ട്രാൻസാക്ഷൻ വഴി സ്ഥലം കാണേണ്ടത്. 4, സോൾഡ് ഗുഡ്സ് ടു ബിജു. 8,000 രൂപ കോസ്റ്റുള്ള ഗുഡ്സ് 10,000 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ ബിജു എന്ന് പറഞ്ഞ ഒരു ഡെറ്റർ, അസറ്റ് സൈഡിലെ ഡെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹെഡിങ്ങും കൂടെ പരിഗണിക്കണം. പിന്നെ പ്രോഫിറ്റ് 2,000 ഉണ്ട്. അത് ക്യാപിറ്റലിനോട് കൂടി കൂട്ടുവഴിയുണ്ട്. അന്നേരം ക്യാപിറ്റൽ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഓൾറെഡി നമ്മൾ ഹെഡിങ് കൊടുത്തേക്കുന്ന. അടുത്ത 5ാമത്തെ നോക്കിയേ, പെയ്ഡ് റെന്റ് കൊടുത്തു. റെന്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ക്യാഷ് കുറയുന്നു. 1000 രൂപ ക്യാഷ് കുറയുന്നു. ക്യാഷിന് ഓൾറെഡി നമ്മൾ സ്ഥലം ഇട്ടേക്കുന്ന. പിന്നെ എന്താ? റെന്റ് എന്ന് പറയുന്ന എക്സ്പെൻസാ. എക്സ്പെൻസ് ആണ് ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നുണ്ട്. ക്യാപിറ്റലിനും ഓൾറെഡി സ്ഥലം ഇട്ടേക്കുന്ന. അപ്പോൾ 5ാമത്തെ ട്രാൻസാക്ഷൻ പുതിയ ഹെഡിങ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് നില്ലെന്ന് കൊടുത്തേക്കുന്നത്. അന്നേരം ഏതൊക്കെ ഹെഡിങ് ആണെന്ന് മനസ്സിലായി. ക്യാഷ് വേണം. അസറ്റ് സൈഡിൽ ക്യാഷ് ഉണ്ട്. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ സൈഡ് ക്യാപിറ്റൽ വന്നു. പിന്നെ എന്താ? അസറ്റ് സൈഡിൽ ബാങ്ക് വന്നു. അസറ്റ് സൈഡിൽ സ്റ്റോക്ക് വന്നു. അസറ്റ് സൈഡിൽ ഡെറ്റേഴ്സ് വന്നു. ഇത്രയാണ് ഉള്ളത്. അന്നേരം അക്കൗണ്ടിങ് ഇക്വേഷൻ അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്നുള്ള മെയിൻ ഹെഡിങ് എഴുതി അതിന്റെ താഴെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കണം. അസറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് ഇനം തിരിച്ച് കാണിക്കണം. ക്യാഷ് പ്ലസ് ബാങ്ക് പ്ലസ് സ്റ്റോക്ക്, ഇവ 3 പ്ലസ് ഡെറ്റേഴ്സ്. ഇവ 4 അസറ്റ് ഉണ്ട്. ഈസ് ഈക്വൽ ടു ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ലയബിലിറ്റീസ് ഒന്നും വരാത്തതുകൊണ്ടാണ് ലയബിലിറ്റി എഴുതാത്തത്. ലയബിലിറ്റി എന്നുള്ള ഒരു കോളത്തിന് ഇവിടെ ഇപ്പോൾ 0 ആണ്. ലയബിലിറ്റി കോളം കൊടുത്താൽ എല്ലായിടത്തും 0 കൊടുക്കേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ലയബിലിറ്റി സെപ്പറേറ്റ് ഈ പ്രോബ്ലത്തിൽ വന്നിട്ടില്ല. ഓക്കെ, അന്നേരം നമ്മൾ അക്കൗണ്ടിങ് ഇക്വേഷൻ തയ്യാറാക്കി. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ.
അതിനുശേഷം താഴെ ഒന്നുകൂടി എഴുതി അസറ്റ് ഏതൊക്കെയാണെന്ന് കാണിച്ചു. ക്യാഷ്, ബാങ്ക്, സ്റ്റോക്ക്, ഡെറ്റേഴ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി 0 ആയതുകൊണ്ട് ലയബിലിറ്റി ഇവിടെ കാണിച്ചില്ലെന്നേ ഉള്ളൂ, പ്ലസ് ക്യാപിറ്റൽ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ സ്റ്റാർട്ടഡ് ബിസിനസ് ക്യാഷ് ₹1 lakh. അന്നേരം ക്യാഷിൽ 1 ലക്ഷം കൂടിയത് കൊണ്ട് 1 ലക്ഷം എന്ന് കാണിച്ചു. ബാങ്ക് 0, സ്റ്റോക്ക് 0, ഡെറ്റേഴ്സ് 0, കാരണം അതിലൊന്നും മാറ്റം വന്നിട്ടില്ല. ക്യാപിറ്റലിന്റെ അവിടെ +1 lakh, ക്യാപിറ്റലിന് 1 ലക്ഷം കൂടി. ഓക്കെ, 2 ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് ബൈ ഡെപ്പോസിറ്റിംഗ് ₹30,000. 30,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു ബാങ്കിൽ, SBIയിൽ ഇൻവെസ്റ്റ് ചെയ്തു, ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. അതുവഴി ക്യാഷ് ബാലൻസ് 1 ലക്ഷം ഉണ്ടായിരുന്നതിൽ നിന്ന് അത്ര പോയി, 30,000 കുറയുന്നതായിട്ട് കാണിക്കണം. -30,000 എന്ന് ക്യാഷിന്റെ താഴെ എഴുതണം. ബാങ്ക് ബാലൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ 30,000 രൂപ ബാലൻസ് കൂടി, കാരണം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ക്യാഷ് കുറഞ്ഞിട്ട് ബാങ്ക് കൂടുക ചെയ്ത്. അതാണ് അതിന്റെ എഫക്റ്റ് ഉണ്ടായത്. അന്നേരം ആദ്യത്തെ ട്രാൻസാക്ഷൻ അക്കൗണ്ടിംഗ് ഇക്വേഷന്റെ രണ്ട് സൈഡിലും, ലെഫ്റ്റ് സൈഡ് ആയ അസറ്റ് സൈഡിലും റൈറ്റ് സൈഡ് ആയ ക്യാപിറ്റലിലും മാറ്റം വന്നു. രണ്ടാമത്തെ കേസിലോ ഒരു സൈഡിൽ തന്നെ മാറ്റം വന്നുള്ളൂ. ഒരു അസറ്റ് കുറഞ്ഞ് മറ്റൊരു അസറ്റ് കൂടുക ചെയ്തത്. സ്റ്റോക്കിൽ മാറ്റമില്ല, ഡെറ്റേഴ്സിൽ മാറ്റമില്ല, ആ ഒരു ട്രാൻസാക്ഷൻ വഴി ക്യാപിറ്റലിലും മാറ്റമില്ല. അതിനുശേഷം നമ്മൾ 2 ഐറ്റം ഇപ്പോൾ എഴുതിയല്ലോ, അതിനുശേഷം അത് തമ്മിൽ ഒന്ന് കൂട്ടി എഴുതണം. അന്നേരം ന്യൂ ഇക്വേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് എഴുതണം. 1 ലക്ഷം രൂപ ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസ് 30,000 കുറഞ്ഞപ്പോൾ എത്രയായി? 70,000 ആയി. 0 ആയിരുന്ന ബാങ്ക് ബാലൻസ് 30,000 കൂടിയപ്പോൾ എത്രയായി? 30,000 ആയി. സ്റ്റോക്കിൽ രണ്ടിടത്തും 0 ആണ്, അതുകൊണ്ട് ആ 0 തന്നെ എടുത്ത് എഴുതി. ഡെറ്റേഴ്സിൽ രണ്ടിടത്തും 0 ആണ്, 0 തന്നെ എടുത്ത് എഴുതി. ക്യാപിറ്റൽ 1 ലക്ഷം പ്ലസ് 0 1 ലക്ഷം. ഓക്കെ, ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതണം. എന്തെന്നാ? പർച്ചേസ്ഡ് ഗുഡ്സ് ₹20,000. 30,000 രൂപയുടെ ഗുഡ്സ് ക്യാഷ് കൊടുത്ത് മേടിച്ചു. അപ്പോൾ 70,000 രൂപ ഇപ്പോൾ ബാലൻസ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് എത്രയും കൂടെ കുറഞ്ഞു, -20,000 രൂപയുടെ ഗുഡ്സ് ആണ് മേടിച്ചത്, -20,000. അത് ആ ട്രാൻസാക്ഷൻ വഴി ബാങ്ക് ബാലൻസിൽ ഒരു മാറ്റവും ഇല്ല. പക്ഷേ നമ്മളുടെ സ്റ്റോക്ക്, ബിസിനസ്സിലെ സ്റ്റോക്ക് 20,000 രൂപ കൂടി. ഡെറ്റേഴ്സിൽ മാറ്റമില്ല, ക്യാപിറ്റലിൽ മാറ്റമില്ല. ഓക്കെ, അതിനുശേഷം വീണ്ടും ഒരു ന്യൂ ഇക്വേഷൻ എഴുതണം. 70,000 ഉണ്ടായിരുന്ന ക്യാഷ് ബാലൻസിൽ നിന്ന് 20,000 കുറയുന്നതായിട്ട് കാണിച്ചു. എത്രയുള്ളൂ ഇനി? 50,000. 30,000 രൂപ ഉണ്ടായിരുന്ന ബാങ്ക് ബാലൻസിൽ ഒരു മാറ്റവും ഇല്ല, അതുകൊണ്ട് അത് തന്നെ എടുത്തെഴുതി. സ്റ്റോക്ക് 0 ആയിരുന്ന സ്റ്റോക്ക് 20,000 രൂപ കൂടി, അതുകൊണ്ട് 20,000 വന്ന് എഴുതി. ഡെറ്റേഴ്സിൽ മാറ്റമൊന്നുമില്ല. ക്യാപിറ്റലിൽ പഴയ 1 ലക്ഷം തന്നെ, 1 ലക്ഷം പ്ലസ് 0 1 ലക്ഷം തന്നെ എടുത്തെഴുതി. അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ? 50,000 പ്ലസ് 30,000 പ്ലസ് 20,000 ഈസ് ഈക്വൽ ടു 1 lakh. നോക്കി, അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രൂവ് ചെയ്യുന്നില്ല എന്ന് നോക്കിയേ. അസറ്റ്സ് ഈസ് ഈക്വൽ ടു, അസറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? 50, 30, 80, 30, 1. 1 ലക്ഷം ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ ക്യാപിറ്റൽ 1 ലക്ഷം. യെസ്. അടുത്ത നാലാമത്തെ, സോൾഡ് ഗുഡ്സ് ടു ബിജു. ബിജുവിന് ഗുഡ്സ് വിറ്റു. അതിന്റെ കോസ്റ്റ് 8,000 ആണ്, 10,000 റുപ്പീസിനാണ് വിറ്റത്. അപ്പോൾ 2,000 രൂപ ലാഭം ഉണ്ടെന്നുള്ള ഒരു ഹിഡൻ, ഒളിഞ്ഞിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് അവിടെ ഉണ്ട്. അന്നേരം സ്റ്റോക്ക് എപ്പോഴും നമ്മൾ രേഖപ്പെടുന്ന കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് എത്ര കുറയണം? കോസ്റ്റ് ആയ 8,000 നമ്മൾ റെക്കോർഡ് ചെയ്ത കോസ്റ്റ് പ്രൈസിലാണ്, 8,000 കുറയണം. നമുക്ക് ബിജു എന്ന് പറയുന്ന ഡെറ്റർ എത്ര തരാനുണ്ട്? ബിജുവിന് നമ്മൾ 10,000 രൂപയ്ക്കാണ് കൊടുത്തത്. 8,000 രൂപ നമുക്ക് മുടക്കുള്ളതിൽ നമ്മൾ 10,000 രൂപയ്ക്ക് കൊടുത്തത്. ബിജു നമുക്ക് എത്ര തരാനുണ്ട്? 10,000 തരാനുണ്ട്. അന്നേരം ഡെറ്റേഴ്സ് 10,000 എന്ന് പറഞ്ഞ ഒരു പുതിയ ഐറ്റം വന്നു. ഇതുവഴി ലാഭം 2,000 രൂപ ഉണ്ട്. 2,000 ക്യാപിറ്റൽ. ഇതിന്റെ ഉടമസ്ഥനല്ല ഈ നേട്ടമെല്ലാം 2,000 രൂപ കിട്ടിയത്, അത് ക്യാപിറ്റലാണ്, മൂലധനത്തിൽ കൂട്ടണം. അതാണ് അതിന്റെ ഇക്വേഷൻ, അതിന്റെ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നമ്മൾ വായിച്ചു നോക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി. ഏതൊക്കെ അസറ്റ് കൂടി? ഡെറ്റർ എന്ന് പറഞ്ഞ അസറ്റ് 10,000 കൂടി, സ്റ്റോക്ക് എന്ന് പറഞ്ഞ അസറ്റ് 8,000 കുറഞ്ഞു. അപ്പോൾ ഒരു അസറ്റ് സൈഡിൽ ഒരു 2,000 രൂപയുടെ വർധനവ് വന്നു, നെറ്റ് വർധനവ്. 10,000 രൂപയുടെ ഒരു അസറ്റ് കൂടിയപ്പോൾ 8,000 രൂപയുടെ ഒരു അസറ്റ് കുറഞ്ഞപ്പോൾ അവിടെ 2,000 രൂപ വർധനവ് വന്നു. ആ വർധനവ് എവിടെയും വരും? റൈറ്റ് സൈഡ് ആയ ക്യാപിറ്റൽ ആ 2,000 രൂപയുടെ വർധനം വരും. അപ്പോൾ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈക്വൽ ആകും. നോക്കിയേ, ഇവിടെ സ്റ്റോക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല ഇത്, അതുകൊണ്ട് ക്യാഷിൽ ഒരു മാറ്റവും ഇല്ല, ബാങ്കിലും മാറ്റമില്ല. പിന്നെ ഏതിലാ മാറ്റം? സ്റ്റോക്ക് 8,000 കുറഞ്ഞു, അപ്പോൾ ഡെറ്റർ 10,000 കൂടി. അപ്പോൾ അവിടെ നെറ്റ് 2,000 രൂപയുടെ വർധന ഉണ്ടായി. അന്നേരം അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഈക്വൽ ആകേണ്ടതിരിക്കുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലും സ്വാഭാവികമായിട്ട് എവിടെയോ മാറ്റം വരാനുണ്ട്. എവിടെയാ മാറ്റം വരേണ്ടത്? വരുമാനം, ഇൻകം, പ്രോഫിറ്റ് കൂടുമ്പോൾ ക്യാപിറ്റലിനോട് ആഡ് ചെയ്യണം. അതുകൊണ്ട് 1 ലക്ഷത്തിനോട് 2,000 ആഡ് ചെയ്യണം. ന്യൂ ഇക്വേഷനായി. ക്യാഷ് ബാലൻസിൽ മാറ്റമില്ല, 50,000. ബാങ്കിൽ മാറ്റമില്ല, 30,000. സ്റ്റോക്ക്
20,000 രൂപയുടെ സ്റ്റോക്കിൽ നിന്ന് 8,000 കുറഞ്ഞു, ഇനി 12,000 ഉള്ളൂ. ഡെറ്റർ 0 ആയിരുന്നു, ഇപ്പോൾ 10,000 കൂടി. ക്യാപിറ്റൽ 1 ലക്ഷം ആയിരുന്നു, 2,000 രൂപ ലാഭം കൂടെ കൂട്ടി 1,02,000 ആയി. ഇനി അടുത്ത റെന്റ്, പെയ്ഡ് റെന്റ് റുപ്പീസ് 1,000. 1,000 രൂപയുടെ റെന്റ് കൊടുത്തു. ഇതിൽ 2,000 ഏതൊക്കെയാ? റെന്റ് കൊടുത്തല്ലേ. അന്നേരം ക്യാഷ് കുറഞ്ഞു, 1,000 രൂപ ക്യാഷ് കുറഞ്ഞു. പിന്നെ ഇത് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് ആയതുകൊണ്ട് ഏതിൽ നിന്നാണ് കുറയേണ്ടത്? ക്യാപിറ്റലിൽ നിന്നും കുറയണം. അപ്പോൾ ക്യാഷ് ബാലൻസ് -1,000 കാണിക്കണം. അപ്പോൾ 50,000 എന്നുള്ളത് 49,000 ആയി. ബാങ്കിൽ ഒരു മാറ്റമില്ല, 0. സ്റ്റോക്കിൽ ഒരു മാറ്റമില്ല, 0. ഡെറ്റേഴ്സിൽ ഒരു മാറ്റമില്ല, 0. ക്യാപിറ്റലിൽ നിന്ന് 1,000 രൂപ എക്സ്പെൻസ് കുറയുന്നതായിട്ട് കാണിക്കുന്നു. കാരണം നിങ്ങൾ നാളെ ബാലൻസ് ഷീറ്റ് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു. ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ഉണ്ടായാൽ കൂടണം, നെറ്റ് ലോസ് ഉണ്ടായാൽ കുറയണം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കാണിച്ച ബാലൻസ് ഷീറ്റിൽ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു, അതുകൊണ്ട് കൂടി. ഇവിടെ നെറ്റ് ലോസ് വരാനുള്ള ഒരു കാരണക്കാരനാണ് ഈ റെന്റ്. അതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയണം, 1,000 രൂപ കുറച്ച് കാണിച്ചു. ഫൈനൽ അക്കൗണ്ടിങ് ഇക്വേഷൻ എത്രയായി? 49,000 ക്യാഷ് ബാലൻസ്, 30,000 ബാങ്ക് ബാലൻസ്, 12,000 സ്റ്റോക്കിന്റെ ബാലൻസ്, 10,000 ഡെറ്റേഴ്സ്. അതെല്ലാം കൂടെ കൂടുമ്പോൾ 1,01,000 കിട്ടും. ഈക്വൽ ടു ക്യാപിറ്റൽ 1,01,000. അക്കൗണ്ടിങ് ഇക്വേഷൻ എപ്പോഴും തുല്യമായിരിക്കും. മീൻസ് അസറ്റ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആയിരിക്കും. ഇവിടെ ലയബിലിറ്റി 0 ആണ്, ക്യാപിറ്റൽ ആണ് 1,01,000. അസറ്റ് എന്ന് പറയുന്നത് 1,01,000 ഈക്വൽ ടു ലയബിലിറ്റി, ഒരു ലയബിലിറ്റി നമുക്കില്ല, 0. ക്യാപിറ്റൽ 1,01,000. അന്നേരം അക്കൗണ്ടിങ് ഇക്വേഷൻ എപ്പോഴും ഈക്വൽ ആയിരിക്കും. പ്രൂവ് ചെയ്യും. ഇനി എഫക്റ്റ് ഓഫ് ട്രാൻസാക്ഷൻ ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ. ബിസിനസ് ട്രാൻസാക്ഷൻ ലൈക്ക് പർച്ചേസ് ഓഫ് ഗുഡ്സ്, പേയ്മെന്റ് ഓഫ് സാലറി, ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ് എക്സെട്ര മേ അഫക്ട് either both sides of the equation or one side of the equation only by both increasing and decreasing it by equal amounts. Okay. On the basis of effect on accounting equation, transactions can be divided into two. Transaction രണ്ടായിട്ട് നമുക്ക് തിരിക്കാം പൊതുവായിട്ട്. Transaction affecting two accounts, transaction affecting more than two items. അതായത് നമ്മൾ നേരത്തെ 8,000 രൂപ മൂല്യമുള്ള ഗുഡ്സ് അല്ല 8,000 രൂപ കോസ്റ്റുള്ള ഗുഡ്സ് 10,000 രൂപയ്ക്ക് വിറ്റു. അവിടെ വരുമ്പോൾ 3 അക്കൗണ്ടിനെ അത് ബാധിക്കുന്നുണ്ട്. സ്റ്റോക്ക് കുറയുന്നു, ക്യാഷ് അല്ലെ ഡെറ്റേഴ്സ് കൂടുന്നു, പിന്നെ പ്രോഫിറ്റ് കൂടുന്നു, അല്ലേ? ഇത് 2 അക്കൗണ്ടിനെ ബാധിക്കുന്ന ഐറ്റംസ് 3 അക്കൗണ്ടിനെ ബാധിക്കുന്ന ഐറ്റംസുമായിട്ട് തരംതിരിച്ചെന്ന് മാത്രം. ട്രാൻസാക്ഷൻ അഫക്റ്റിംഗ് 2 ഐറ്റംസ്, അതിൽ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ട്രാൻസാക്ഷൻ അഫക്റ്റിംഗ് ഓപ്പോസിറ്റ് സൈഡ്സ്, അതായത് അസറ്റ് സൈഡിലും ലയബിലിറ്റി സൈഡിലും, ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മാറ്റങ്ങൾ വരുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസറ്റ് കൂടി മറ്റൊരു അസറ്റ് കുറയുന്ന ഒരു സൈഡിനെ മാത്രം ബാധിക്കുന്നു. അങ്ങനെ രണ്ടായിട്ട് തിരിക്കാമെന്ന് പറയുന്നു. കേസ് 1 നോക്കാം. ഇൻക്രീസ് ഇൻ അസറ്റ്സ് ആൻഡ് ഇൻക്രീസ് ഇൻ ക്യാപിറ്റൽ. അത് 2 സൈഡിനെ ബാധിക്കുന്നില്ലേ? ഉണ്ട്. ഏതൊക്കെ സൈഡ്? ഓപ്പോസിറ്റ് സൈഡ് മീൻസ് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഉദ്ദേശിച്ചത്. അതായത് അസറ്റ്സ് സൈഡ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്ന മറ്റേ സൈഡ്. ഓക്കെ. അന്നേരം ഇൻട്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ബൈ ദ പ്രൊപ്പറൈറ്റർ. ഒരു ഓണർ ക്യാപിറ്റൽ കൊണ്ടുവന്നാൽ ഏതൊക്കെ സൈഡിനെ ബാധിക്കും? ലെഫ്റ്റ് സൈഡിനെയും റൈറ്റ് സൈഡിനെയും ബാധിക്കും. അതായത് അസറ്റ് കൂടി, ക്യാഷ് കൂടി, അതുപോലെ തന്നെ ക്യാപിറ്റലും കൂടി. അത് 2 സൈഡിനെ ബാധിക്കുന്നുണ്ട്, 2 അക്കൗണ്ടിനെ ബാധിക്കുന്നുണ്ട്, ഓപ്പോസിറ്റ് സൈഡിനെയാണ് ബാധിക്കുന്നത്. ഓക്കെ. ഇൻക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. അതിനൊരു എക്സാമ്പിൾ ഒന്ന് ആലോചിക്കാവോ? ഇൻക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ട്രാൻസാക്ഷൻ സച്ച് ആസ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഗുഡ്സ് കടത്തിന് മേടിച്ചാൽ മതി, എന്താ? സ്റ്റോക്ക് കൂടി, അതേപോലെ തന്നെ നമ്മൾ കൊടുക്കാനുള്ള ക്രെഡിറ്റേഴ്സും കൂടി. അന്നേരം ഇൻക്രീസ് ഇൻ അസറ്റ്, ഇൻക്രീസ് ഇൻ ലയബിലിറ്റിക്ക് എക്സാമ്പിൾ ആണത്. പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സിമിലർലി ലോൺ ടേക്കൺ ഫ്രം ബാങ്ക്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. നമ്മൾ യൂണിയൻ ബാങ്കിൽ നിന്ന് 1 ലക്ഷം രൂപ ലോൺ എടുത്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ ക്യാഷ് അറ്റ് ബാങ്ക് കൂടും. നമ്മുടെ SBI അക്കൗണ്ടിൽ അല്ല, നമ്മുടെ കറണ്ട് അക്കൗണ്ടിനെ ബാങ്ക് ആദ്യമേ ക്രെഡിറ്റ് ചെയ്യുന്നു. അന്നേരം ബാങ്ക് ബാലൻസ് കൂടും, ക്യാഷ് അറ്റ് ബാങ്ക് കൂടും. അതേപോലെ തന്നെ ലോൺ ഫ്രം ബാങ്കും കൂടും. ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റി സൈഡിൽ ലോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയും കൂടും. അന്നേരം ഒരു അസറ്റ് കൂടും, ഒരു ലയബിലിറ്റിയും കൂടും. അടുത്തത് ഡിക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ. ഡിക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ക്യാപിറ്റൽ. അതെന്താ പോലും? ക്യാപിറ്റൽ കുറയണം, അസറ്റും കുറയണം. ട്രാൻസാക്ഷൻ ലൈക്ക് ഡ്രോയിങ്സ് ബൈ ദ പ്രൊപ്പറൈറ്റർ വിൽ ഇൻക്രീസ് ഡിക്രീസ് അസറ്റ്. ഡ്രോയിങ്സ് ബൈ ദ പ്രൊപ്പറൈറ്റർ, പേഴ്സണൽ ആവശ്യത്തിന് ഒരു ഓണർ ബിസിനസ്സിൽ നിന്ന് 10,000 രൂപ എടുത്തുകൊണ്ട് പോയി.
അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ക്യാഷ് ബാലൻസ് കുറഞ്ഞു. അതേപോലെ തന്നെ ഡ്രോയിങ്സ് കൂടി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രോയിങ്സ് വന്നാൽ ഏതിൽ നിന്ന് കുറയണം? ക്യാപിറ്റലിൽ നിന്ന് കുറയണം. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് ഡ്രോയിങ്സ്. അടുത്ത ഡിക്രീസ് ഇൻ അസറ്റ്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ലയബിലിറ്റി കുറയണം, അസറ്റും കുറയണം. അതേതാ പോലും ലോൺ എടുത്ത് തിരിച്ചടച്ചാൽ അങ്ങനെ ഇരിക്കുന്നു നോക്കിയേ. ട്രാൻസാക്ഷൻസ് ഓഫ് പേയ്മെന്റ് ടു എ ക്രെഡിറ്റർ, അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് പേയ്മെന്റ് നടത്തും. നമ്മൾ പർച്ചേസ് ഗുഡ്സ് ഫ്രം അനിലിന്റെ അടുത്ത് നിന്ന് ഗുഡ്സ് മേടിച്ചു, 50,000 രൂപയുടെ ഗുഡ്സ് കടത്തിനാണ് മേടിച്ചത്. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അനിലിന് നമ്മൾ പൈസ തിരിച്ചു കൊടുത്തു. അപ്പോൾ എന്ത് പറ്റും? ക്യാഷ് ബാലൻസും കുറഞ്ഞു. നമ്മുടെ ലയബിലിറ്റി സെല്ലിലെ ക്രെഡിറ്റർ ആയ അനിലും ആ കണക്ക് തീർന്നു, അനിലും 0 ആയി. 50,000 രൂപ കൊടുത്തത് ഇപ്പോൾ ക്യാഷ് ബാലൻസ് 50,000 കുറഞ്ഞു, അതേപോലെ തന്നെ ലയബിലിറ്റിയും കുറഞ്ഞു. അല്ലെ ലോൺ തിരിച്ചടച്ചു, യൂണിയൻ ബാങ്കിന് എടുത്ത ലോണ് തിരിച്ചടച്ചു. അപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ക്യാഷ് ആയിട്ട് കൊണ്ട് അടച്ചെന്ന് കരുതുക, ക്യാഷ് ബാലൻസും കുറഞ്ഞു, അതേപോലെ തന്നെ ലോൺ ഫ്രം ബാങ്ക് എന്നുള്ള ആ ലയബിലിറ്റിയും കുറഞ്ഞു. എന്നാൽ ഇതൊക്കെ രണ്ട് അക്കൗണ്ടിനെ ബാധിക്കും, രണ്ട് സൈഡിനെയും ബാധിക്കും, അങ്ങനത്തെ കേസ്. ഇനി അടുത്ത് നോക്കിയേ, ട്രാൻസാക്ഷൻ അഫക്റ്റിംഗ് സെയിം സൈഡ് ബട്ട് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നോക്കിയേ, ഇൻക്രീസ് ഇൻ വൺ അസറ്റ്, ഡിക്രീസ് ഇൻ അനദർ അസറ്റ്. ഇത് അസറ്റ് സൈഡിൽ മാത്രം നടക്കുന്ന ചില ഇടപാടുകളാണ്. നോക്കിയേ, ട്രാൻസാക്ഷൻ ലൈക്ക് പർച്ചേസ് ഇൻക്രീസ്, നോക്കി ട്രാൻസാക്ഷൻ ലൈക്ക് ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ് അസറ്റ്സ്, അല്ല ക്യാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. നോക്കിയേ, അതുവഴി എന്ത് പറ്റി? ക്യാഷ് കൊടുത്ത് ഗുഡ്സ് മേടിച്ചു, ക്യാഷ് കുറഞ്ഞു, സ്റ്റോക്ക് കൂടി. അല്ലെങ്കിൽ ഫർണിച്ചർ മേടിച്ചു ക്യാഷ് കൊടുത്ത്, ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ അസറ്റ് കൂടി, ക്യാഷ് കുറഞ്ഞു. അന്നേരം ഒരസറ്റ് കൂടി, മറ്റൊരു അസറ്റ് കുറഞ്ഞു. അപ്പോൾ അസറ്റിലെ ബാലൻസ് നെറ്റ് എഫക്റ്റ് ബാധിക്കുന്നില്ല. അതുകൊണ്ട് അക്കൗണ്ടിംഗ് ഇക്വേഷൻ അപ്പോഴും സെയിം ആയിരിക്കും. അസറ്റ് സൈഡിൽ ഒരെണ്ണം കൂടി, അതേ തുല്യമായ തുകയ്ക്ക് വേറെണ്ണം കുറഞ്ഞു. അപ്പോൾ അക്കൗണ്ടിങ് അസറ്റ് സൈഡ് അനങ്ങിയിട്ടില്ല. ഒരെണ്ണം കൂടി, മറ്റത് കുറഞ്ഞു, ഒരനക്കവും സംഭവിച്ചിട്ടില്ല. അടുത്ത ഡിക്രീസ് ഇൻ വൺ ലയബിലിറ്റി ആൻഡ് ഇൻക്രീസ് ഇൻ അനദർ ലയബിലിറ്റി. ഒരു ലയബിലിറ്റി കുറഞ്ഞു, മറ്റൊരു ലയബിലിറ്റി കൂടി. സെറ്റിൽമെന്റ് ഓഫ് ക്രെഡിറ്റേഴ്സ് ബൈ ഇഷ്യൂ ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, ഡിക്രീസ് ഇൻ ലയബിലിറ്റി ക്രെഡിറ്റർ ആൻഡ് ഇൻക്രീസ് ഇൻ അനദർ ലയബിലിറ്റി ബിൽസ് പേബിൾ. അങ്ങനെയുള്ള പല കേസ്. എന്താ പറയുന്ന, ക്രെഡിറ്റേഴ്സിനെ നമ്മൾ സെറ്റിൽ ചെയ്തു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുത്തു, ബിൽസ് പേബിൾ, ക്രെഡിറ്റർ എന്നുള്ള പൊസിഷൻ മാറിയ ബിൽസ് പേബിൾ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ. അങ്ങനെ നമ്മൾ ക്രെഡിറ്റർക്ക് ഒരു ബിൽസ് പേബിൾ അങ്ങോട്ട് ഇഷ്യൂ ചെയ്തു, അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ബിൽസ് പേബിൾ എന്ന് പറഞ്ഞ ലയബിലിറ്റി കൂടി, ക്രെഡിറ്റർ എന്ന് പറഞ്ഞ ലയബിലിറ്റി ഇല്ലാതായി. പകരം അവരുടെ പൊസിഷൻ ബിൽസ് പേബിൾ എന്നുള്ള ഒരു ലയബിലിറ്റിയാണ് നമ്മൾ ഏറ്റെടുത്തേക്കുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ അഫക്റ്റിംഗ് മോർ ദാൻ 2 ഐറ്റംസ് ഓഫ് അക്കൗണ്ട് ഇക്വേഷൻ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ, സം ട്രാൻസാക്ഷൻ അഫക്ട് മോർ ദാൻ 2 ഐറ്റംസ് ഓഫ് അക്കൗണ്ട് ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, when sale of goods is made in cash rupees 1 lakh, it is made at cost rupees 8,000. Okay, when the sale of goods is made in cash for rupees 10,000, 10,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ വിറ്റു, 10,000 രൂപയ്ക്ക് നമ്മൾ വിറ്റു. പക്ഷെ അതിന്റെ കോസ്റ്റ് എത്രയേ ഉള്ളൂ? 8,000 ഉള്ളൂ. അന്നേരം നമ്മൾ എത്ര രൂപ ലാഭം നേടി? 2,000 രൂപ ലാഭം നേടി. അന്നേരം 3 അക്കൗണ്ടുകളെ ഇവിടെ ബാധിക്കുന്നുണ്ട്. നമുക്ക് 10,000 രൂപ ക്യാഷ് കിട്ടി, നമ്മുടെ സ്റ്റോക്ക് 8,000 രൂപയുടെ കുറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നെറ്റ് എഫക്റ്റ് അസറ്റ് സൈഡിൽ 2,000 വന്നിട്ടുണ്ട്. അതേപോലെ നമ്മുടെ പ്രോഫിറ്റ് 2,000 എവിടെ കാണിക്കണം? ക്യാപിറ്റൽ കാണിക്കണം. അന്നേരം ക്യാപിറ്റൽ സൈഡിൽ 2,000 രൂപയുടെ വർധനം ഉണ്ടായ നേരം അക്കൗണ്ടിംഗ് ഇക്വേഷന് ഒരു രണ്ട് സൈഡും സെയിം ആയിട്ട് തന്നെ നിൽക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 8,000 റെഡ്യൂസസ് അസറ്റ് സ്റ്റോക്ക്. സ്റ്റോക്ക് 8,000 കുറയ്ക്കണം, കാരണം സ്റ്റോക്ക് നമ്മൾ രേഖപ്പെടുത്തേക്കുന്ന കോസ്റ്റ് പ്രൈസില. അനദർ അസറ്റ് ക്യാഷ് എത്ര കൂടി? 10,000 കൂടി, കാരണം നമുക്ക് 10,000 രൂപയ്ക്ക് നമ്മൾ വിറ്റത്. അന്നേരം നമ്മുടെ 10,000 രൂപ നമ്മൾ എണ്ണി മേടിച്ചു, 10,000 രൂപ ക്യാഷ് കൂടി, സ്റ്റോക്ക് 8,000 കുറഞ്ഞു. അപ്പോൾ 2,000 രൂപയുടെ ഒരു വർധന അവിടെ ഉണ്ടായിട്ടുണ്ട് അസറ്റ് സൈഡിൽ. ആൻഡ് ദ ക്യാപിറ്റൽ ഇൻക്രീസ്ഡ് ബൈ ദ പ്രോഫിറ്റ് rupees 2,000. 2,000 രൂപ നമുക്ക് ലാഭം ഉണ്ടല്ലോ, ആ 2,000 രൂപ ക്യാപിറ്റൽ കൂടി കാണിക്കണം. It should be noted that profit will increase capital and loss will decrease the capital. നമ്മൾ നഷ്ടത്തിലാണ് കൊടുത്തെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് കുറച്ചും കാണിക്കണമായിരുന്നു. ഇത് അക്കൗണ്ടിംഗ് ഇക്വേഷനെ സംബന്ധിച്ചുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞേക്കുന്നത്. ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ പഠിച്ച മനസ്സിലാക്കിയതിനെ ബേസ് ചെയ്ത് വായിച്ചു നോക്കുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലായിക്കോളും, നോക്കിക്കൊള്ളുക. ഇതും കുറേ എക്സാമ്പിളുകൾ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ. ഇത് പബ്ലിക് എക്സാമിന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതിൻ്റെ ആൻസർ. ഇതും പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ. ഇതും മറ്റൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ. ഇങ്ങനെ അക്കൗണ്ടിംഗ് ഇക്വേഷൻ തെറ്റിച്ച് തരാറുണ്ട്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ് ക്യാപിറ്റൽ. തെറ്റാണ്, അത് കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നതാണ് യെല്ലോ കളറിൽ കൊടുത്തേക്കുന്നത്. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് മൈനസ്
ക്യാപിറ്റൽ അല്ല. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ ആണ്. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ലയബിലിറ്റി അല്ല. ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ലയബിലിറ്റി ആണ്. ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് പ്ലസ് ക്യാപിറ്റൽ അല്ല. പിന്നെ എങ്ങനെയാ? ലയബിലിറ്റി ഈസ് ഈക്വൽ ടു അസറ്റ് മൈനസ് ക്യാപിറ്റൽ ആണ്. ഇതും പ്രീവിയസ് ഇയേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ. ഇതും മറ്റൊരു പ്രീവിയസ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഏത് അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, പഠിക്കുക. പഠിക്കുന്നത് മാർക്കിന് വേണ്ടിയിട്ടല്ല, ഡെപ്ത് ആയിട്ട് പഠിക്കുക, സബ്ജക്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.